മിസ് സൗത്ത് ഇന്ത്യ അങ്ങനെയല്ലേ? എന്നായിരുന്നു അത്? 2024. ഓക്കെ. അപ്പോൾ എങ്ങനെയാ ചിന്തായി പൊതുവെ ഇതിനെ കുറിച്ച് ഇങ്ങനെ വരുന്ന ഈ മത്സരത്തിനൊക്കെ വരുന്ന? എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോ പുതിയതായിട്ട് വരുന്ന ഒരു ട്രെൻഡാണെന്ന്. ഈ സൗന്ദര്യവർദ്ധനം എന്ന് പറയുന്നത് ആസ് ലോങ് എസ് പീപ്പിൾ വർ ദെയർ സൗന്ദര്യം നമ്മുടെ ഒരു ഭാഗമായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാനൊക്കെ വളർന്നു വരുന്ന സമയത്ത് ഫെയർ ആൻഡ് ലവ്ലി, ഫെയർനെസ് ക്രീംസ് ഒക്കെ ഒത്തിരി ആൾക്കാർ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. ആൻഡ് അതിലെല്ലാം മേർക്കുറിയുടെ കണ്ടന്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. അതേപോലെ അന്ന് അതൊരു ട്രെൻഡായിരുന്നു. അന്ന് ആൾക്കാർക്ക് വേണ്ട ഒരു സ്റ്റാൻഡേർഡ് അതായിരുന്നു. ഇന്നത്തെ സ്റ്റാൻഡേർഡ് മാറുമ്പോൾ ആൾക്കാർക്ക് അതിന്റെ പുറകെ പോകും. നമ്മുടെ ചെറുപ്പക്കാരികൾ ഏറ്റവും ഹരം പിടിപ്പിക്കുന്ന കാര്യം എന്താ? എനിക്കറിയില്ല. അത് ഒത്തിരി ട്രെൻഡുകളുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. അതായത് നമ്മുടെ സ്കിൻ ഇങ്ങനെ തിളങ്ങുന്നതിനെയാണ് ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പം തിളക്കാനൊക്കെ പറ്റും. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡോക്ടർമാർക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയായിരിക്കും. അപ്പം ഒത്തിരി കാര്യങ്ങൾ അവൈലബിൾ ആണെന്ന്. റിസോഴ്സസ് നമുക്ക് നോക്കി പോവണ്ട, എല്ലാം നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും വ്യാപകമായിട്ട് ആൾക്കാരിലേക്ക് എത്തുന്നത്. വിശ്വസിക്കുന്നുണ്ടോ അതോ എനിക്ക് നാച്ചുറൽ? ഞാൻ വിശ്വസിക്കുന്നത് പേഴ്സണൽ കെയർ എന്ന് പറയുന്നത് ഒരു ഗ്രൂമിങ്ങിന്റെ ഭാഗമാണ്. നമ്മളെ തന്നെ എങ്ങനെ കൊണ്ടുപോകുന്നു, നമ്മൾ എങ്ങനെ ക്യാരി ചെയ്യുന്നു, നമ്മൾ പ്രസന്റ് ചെയ്യുന്നതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. പക്ഷെ അത് ഒരു എക്സ്ട്രീം ഒരു സർജറിയിലേക്കോ നമ്മളെ തന്നെ ഓൾട്ടർ ചെയ്യുന്ന രീതിയിലേക്കോ ആവണമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ആണ് മാറേണ്ടത്, നമ്മളല്ല.